26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. EPFO വരിക്കാർക്ക് വമ്പൻ ലോട്ടറി. ഇനി വിരമിക്കുമ്പോൾ മാത്രമല്ല, അടിയന്തര ഘട്ടങ്ങളിൽ കുടുംബത്തിന് തുണയാകും EPFOയുടെ ഒളിഞ്ഞിരിക്കുന്ന കുടുംബ പെൻഷനുകൾ നോക്കാം. നിങ്ങളുടെ ഭാവത്തിലും കുടുംബത്തിന് ഒരു സാമ്പത്തിക സഹായം ഇത് ഉറപ്പാക്കും. ശമ്പള വരുമാനക്കാരായ ഏതൊരു ജീവനക്കാരന്റെയും ബലമാണ് EPFO. PFന്റെ ഭാഗമായി വരുന്ന എംപ്ലോയീസ് പെൻഷൻ സ്കീം വിരമിക്കലിന് ശേഷം പെൻഷൻ നൽകുന്നതിന് മാത്രമുള്ളതല്ല. ഇത് ഉപഭോക്താക്കളുടെ അഭാവത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷ കൂടി നൽകുന്നുണ്ട്. നിർദ്ദിഷ്ട വ്യവസ്ഥകൾക്ക് വിധേയമായി പങ്കാളികൾ, കുട്ടികൾ, നോമിനികൾ, ആശ്രിതരായ മാതാപിതാക്കൾ എന്നിവർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. നിങ്ങളുടെ EPS സ്കീമിൽ ഒളിഞ്ഞിരിക്കുന്ന പലർക്കും ഇന്നും അറിയാത്ത പെൻഷനുകളുണ്ട്. EPS അംഗം മരണപ്പെട്ടാൽ പങ്കാളിക്ക് അഥവാ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് പ്രതിമാസ പെൻഷന് അർഹതയുണ്ട്. ജോലിയിലിരിക്കുമ്പോഴോ ചുരുങ്ങിയത് 1 മാസമെങ്കിലും EPF വിഹിതം അടച്ചിട്ടുള്ളപ്പോഴോ മരണം സംഭവിക്കുകയാണെങ്കിൽ ഇത് ലഭിക്കും. പങ്കാളിയുടെ മരണം വരെയോ അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്യുന്നത് വരെയോ പെൻഷന് അർഹതയുണ്ട്. ഒന്നിലധികം അർഹരായ വിധവകൾ ഉണ്ടെങ്കിൽ ഏറ്റവും മുതിർന്നയാൾക്കാണ് ആദ്യം പെൻഷൻ നൽകുക. ജീവനക്കാരൻ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കെയാണ് മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന പെൻഷൻ തുകയുടെ 50% പങ്കാളിക്ക് ലഭിക്കും. ജീവനക്കാരൻ ജോലിയിലിരിക്കെ മരണപ്പെട്ടാൽ നിയമപ്രകാരമുള്ള ഫോർമുല അനുസരിച്ചാകും പെൻഷൻ തുക നിശ്ചയിക്കുന്നത്. ഏത് സാഹചര്യത്തിലായാലും പ്രതിമാസം കുറഞ്ഞത് 1000 രൂപ വീതമെങ്കിലും പങ്കാളിക്ക് ലഭിക്കും. മരണപ്പെട്ട EPS അംഗത്തിന്റെ കുടുംബങ്ങൾക്കും പ്രതിമാസ പെൻഷൻ അർഹതയുണ്ട്. വിധവാ പെൻഷന് പുറമെയാണിത്. ഒരേ സമയം പരമാവധി 2 കുട്ടികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. കുട്ടിക്ക് 25 വയസ്സ് തികയുന്നതുവരെ പെൻഷൻ ലഭിക്കും. വൈകല്യമുള്ള കുട്ടികൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രായപരിധിയില്ലാതെ പെൻഷന് അർഹതയുണ്ട്. വിധവാ പെൻഷൻ തുകയുടെ 25% കുട്ടികൾക്കുള്ള പെൻഷനായി ലഭിക്കുക. പ്രതിമാസം കുറഞ്ഞത് 250 രൂപ വീതം ഓരോ കുട്ടിക്ക് ലഭിക്കും. പങ്കാളി ജീവിച്ചിരിപ്പില്ലെങ്കിൽ അർഹരായ കുട്ടികൾക്ക് പ്രതിമാസ അനാഥ പെൻഷൻ ലഭിക്കും. പരമാവധി 2 കുട്ടികൾക്ക് 25 വയസ്സ് വരെയാണ് ലഭിക്കുക. മാതാവും പിതാവും ജീവിച്ചിരിപ്പില്ലാത്ത സാഹചര്യത്തിൽ പരമാവധി 2 കുട്ടികൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത്. വിധവാ പെൻഷൻ തുകയുടെ 75% ഇത്. കുറഞ്ഞത് പ്രതിമാസം 750 രൂപ വീതമെങ്കിലും ഓരോ കുട്ടിക്കും ലഭിക്കും. അർഹരായ കുടുംബങ്ങളില്ലാത്ത അവിവാഹിതരായ അംഗങ്ങൾക്കാണ് പ്രധാനമായും നോമിനി പെൻഷൻ ബാധകമാകുന്നത്. ഇതിനായി ജീവനക്കാരൻ കൃത്യമായി നോമിനിയെ രേഖപ്പെടുത്തിയിരിക്കണം. അംഗത്തിന് പിന്നീട് കുടുംബമുണ്ടായാൽ പഴയ നോമിനേഷൻ അസാധുവാവുകയും ചെയ്യും. അർഹരായ പങ്കാളിയോ കുട്ടികളോ നോമിനിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ ആശ്രിതരായ മാതാപിതാക്കൾക്ക് ഈ പെൻഷൻ ലഭിക്കും. ആദ്യം പിതാവിനും അതിനുശേഷം മാതാവിനുമാണ് പെൻഷൻ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.